ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നു. ഒരു മിനിറ്റ് പോലും സർക്കാരിന് സ്വസ്ഥമായി സഭയിലിരിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു പ്രക്ഷോഭം നടന്നത്. ഇതോടെ സഭാ സമ്മേളന കാലാവധി വെട്ടിച്ചുരുക്കിയാണ് LDF പ്രതിപക്ഷ പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചോടിയത്. എന്നാൽ അതുകൊണ്ടൊന്നും സർക്കാർ രക്ഷപ്പെട്ടുവെന്ന് ധരിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെ സഭയ്ക്ക് പുറത്തുള്ള പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് UDF. ഇതിനു മുന്നോടിയായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസ സംഗമം സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ തീപ്പൊരി പ്രസംഗത്തിൽ സർക്കാരിനെ വലിച്ചു കീറിയൊട്ടിക്കുകയാണ് അദ്ദേഹം. സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത പിണറായി വിജയൻ ആ വേദിയിൽ വെച്ച് തത്വമസിയുടെ അർത്ഥം വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ട് ചിരി അടക്കാൻ സാധിക്കില്ലെന്നാണ് സതീശൻ പറയുന്നത്. കപടഭക്തനായി അഭിനയിക്കുന്ന പിണറായി വിജയനാണ് തത്വമസിയുടെ അർത്ഥം വിശ്വാസികളോട് വിളമ്പിയതെന്നും സതീശൻ പരിഹസിച്ചു. ഏറ്റുമാനൂർ അമ്പലത്തിലെ 7.5 പൊന്നാന കട്ടെടുക്കുവാനുള്ള നീക്കം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും സതീശൻ നടത്തുന്നുണ്ട്. 7.5 പൊന്നാന അമ്പലത്തിൽ നിന്ന് എടുത്ത് പുറത്തെത്തിച്ചുവെന്നും കടത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞുവെന്ന വെളിപ്പെടുത്തലും സതീശൻ നടത്തുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. പുറത്തു വിട്ടിരിക്കുക. ഇനി വേറെ കാര്യം കൂടി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാൽ ഞെട്ടും നിങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ മന്ത്രി വാസവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. അവർ ഏറ്റുമാനൂര് കൂടി അവിടുത്തെ രുദ്രാക്ഷമാല പോയി, സ്വർണം കെട്ടിയ രുദ്രാക്ഷം പോയി. 7.5 പൊന്നാനയുണ്ട്. എവിടത്തെ? ഏറ്റുമാനൂർ അമ്പലത്തില് 7.5 പൊന്നാന ഇതുപോലെ പുറത്തു കൊണ്ടുപോകാൻ, ഈ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത ഇവര് ജോലി ചെയ്യിപ്പിച്ച ഉദ്യോഗസ്ഥർ അവരതെടുത്ത് പുറത്തു വെച്ചു, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക്. ഭാഗ്യത്തിന് ഏറ്റുമാനൂരിലെ ഭക്തർ അവര് സംഘടിച്ച്, ജനങ്ങൾ സംഘടിച്ച് 7.5 പൊന്നാന പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് ബഹളമുണ്ടാക്കി. അതുകൊണ്ട് അത് എടുത്തു വെക്കേണ്ടി വന്നു. വാസവന്റെ മണ്ഡലത്തിലാണ്. ഇല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹം പോയതുപോലെ ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിൽ ഏറ്റുമാനൂരപ്പന്റെ 7.5 പൊന്നാനയും കൂടി ഇരുന്നേ. ഇവര് ഈ പോക്ക് പോയത് മുഴുവൻ കട്ടുമുടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഈ അമ്പലങ്ങൾ, പള്ളികൾ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിയാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് 1917 റഷ്യൻ വിപ്ലവം നടന്നപ്പോൾ എല്ലാ പള്ളിയും സ്വർണ്ണക്കുശി അടക്കം കൊള്ളയടിച്ചവരാണ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. ആ റഷ്യൻ വിപ്ലവത്തിൽ ആവേശം പൂണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ചരിത്രം ഇതാ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് 2 കോടി രൂപയുടെ ഒരു നോട്ടീസ് വന്നിരിക്കുകയാണ്, വക്കീൽ നോട്ടീസ്. കടകംപള്ളി സുരേന്ദ്രൻ. ഓടി കുറഞ്ഞ ഏർപ്പാടൊന്നും ഇല്ല. ഇപ്പൊ ദ്വാരപാലക വിഗ്രഹം വിറ്റതിനെ ചോദ്യം ചെയ്ത നമ്മളാണ് ഇപ്പൊ കുറ്റക്കാര്. കട്ടവരും വിറ്റവരുമല്ല, കട്ടവരും വിറ്റവരുമല്ല, ചോദ്യം ചെയ്തവരാണ് കുഴപ്പക്കാർ എന്ന് പറഞ്ഞു വെക്കുന്നു. ഇത് അയ്യപ്പ ഭക്തർ ഉൾപ്പെടെ കേരളത്തിലെ ഒരു വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ഒരാൾക്കും സഹിക്കാൻ വയ്യാത്ത, ക്ഷമിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്.